പ്ലേഗ്രൗണ്ടിലേ ഞാനൊരു പഴയൊരു പാട്ട് കുറച്ച് സമയത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മുഴുവനായിട്ട് വെക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്താക്കണം, നമുക്ക് ചില പാട്ടുകൾക്ക് കോപ്പിറൈറ്റ് കിട്ടുമോ, ഇതിനുണ്ടോയെന്ന് ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ എൻ്റെ ഒരു വോയിസ് ഓവറും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ, ഒരു മിനി വ്ളോഗ്. അപ്പോൾ ഞാനും അതും കൂടെ ഇതാ ചെടി നനയ്ക്കൽ പരിപാടിയിലേക്ക് തിരികെയാണ് കേട്ടോ. അവനും ഒരു എൻജോയ്മെൻ്റ് ആയിരിക്കില്ലേ നമ്മളിങ്ങനെ മുറ്റത്തോടെയൊക്കെ. അവനിങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ എന്താ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. ഇത് കുറച്ച് പച്ചക്കറികളാണ് കേട്ടോ. വഴുതനയുണ്ട്, അതുപോലെ തന്നെ തക്കാളി ഉണ്ട്, നമ്മുടെ പച്ചമുളകുണ്ട്. അപ്പോൾ ഇതൊക്കെ അമ്മയുടെ കൃഷിയാണ് കേട്ടോ. എല്ലാ എനിക്ക് തോന്നുന്നു വർഷങ്ങളിലും ഞങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ചെറിയ രീതിയിൽ കൃഷിയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് നമുക്കൊരു സന്തോഷം കൂടിയാണല്ലേ. ഇപ്രാവശ്യം അമ്മ തന്നെയാണ് കേട്ടോ ഫുള്ള്. താഴെ കുറച്ച് കറിവേപ്പിലയുണ്ട്, അത് നനയ്ക്കുക കേട്ടോ. ഇതാ നമ്മുടെ ചക്കകളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് കിടക്കുന്നത് കണ്ടോ, കാണുമ്പോൾ ഒരു സുഖം. ഇനി നമുക്ക് നമ്മുടെ ചെടികളൊക്കെ ഒന്ന് നനച്ചാലോ. അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ പൂക്കളുള്ള ചെടികളും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇലച്ചെടികളില്ലേ അതും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പൂക്കളുള്ളതാണോ ഇഷ്ടം, അല്ലെങ്കിൽ നമ്മുടെ ഇലകളുള്ള മോഡലാണോ ഇഷ്ടം, ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ സീസൺ എന്ന് പറയുന്നത് നമ്മുടെ ബോഗൺവില്ലയുടെ ഒരു കളിയാണല്ലേ. അപ്പോൾ ഇവിടെയും കുറച്ചുണ്ട്, പക്ഷേ താഴത്തെ വീട്ടിൽ നല്ലപോലെ ഉണ്ട് കേട്ടോ. അവിടുത്തെ ഒരു ചേച്ചി എല്ലാ കൊല്ലവും നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യും. അതെങ്ങനെയാണെന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാണുമ്പോൾ തന്നെ നല്ല ഭംഗി. അപ്പോൾ ഇവിടെയുള്ള കുറച്ച് പൂക്കളുള്ള ചെടികളൊക്കെയാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ലോണം പൂത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, മാങ്ങയ്ക്കൊക്കെ പണ്ടത്തെ അത്ര ഉഷാറില്ല. ഇതാ ഇവൻ ആ കൈ കൊണ്ട് താഴേന്ന് ആ മാങ്ങ അവൻ എത്തുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ അത് തിന്നാനുള്ള ശ്രമത്തിലാണ്, പക്ഷേ അത് നടന്നിട്ടില്ല. അപ്പോൾ അവനിങ്ങനെ നോക്കുന്നുണ്ട് എന്തൊക്കെയാണ് എന്നുള്ളത്, അത് പിടിക്കാൻ നോക്കുക കേട്ടോ. അവനിപ്പോൾ എന്തും ഇങ്ങനെ എത്തിപ്പിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കൈ കൊണ്ട് പിടിച്ച് അതൊക്കെ ഒന്ന് നോക്കാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മുടേതായ ഏകദേശം ഇരുടായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോഗൺവില്ല നമുക്കുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഈ പൂക്കളൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നല്ലപോലെ ഒന്നും പൂവിട്ടിട്ടില്ല ഇപ്രാവശ്യം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം നല്ലപോലെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം കുറച്ച് കുറവാണ് കേട്ടോ. എന്നാലും കുഴപ്പമില്ല. പക്ഷേ ഇതൊക്കെ കാണുന്നേരം നമുക്കൊരു സന്തോഷമല്ലേ അല്ലേ. അതുപോലെ തന്നെ ഇത് ഹാങ്ങിങ് ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ആട്ടോ. ഇതിൻ്റെ പേരൊന്നും എന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ, നല്ലപോലെ ആയിരുന്നു ഇവിടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്നത്. അങ്ങോട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല, ഇപ്പം കുറച്ച് കഷ്ടത്തിലാണ്. ഇതൊക്കെ വൃത്തിയാക്കി നല്ല അടിപൊളിയാക്കിയതിന് ശേഷം ഞാൻ വീണ്ടും നിങ്ങൾക്കൊരു വീഡിയോ ഇട്ട് കാണിച്ചു തരും കേട്ടോ. ഇത് നമ്മുടെ മാവ് ഇതാണ് കേട്ടോ പൂത്തത്, പക്ഷേ ഇപ്രാവശ്യം കുറച്ച് കുറവാണ്. പിന്നെ മാങ്ങകൾക്ക് ഒരു അത്ര ഉഷാറും ഇല്ല. ഇതാ അപ്പോൾ അതുൻ്റെ അച്ഛൻ വന്നു കേട്ടോ. ഞാനിങ്ങനെ വന്ന ഭയങ്കര സന്തോഷത്തില്ല. നിങ്ങൾ വിചാരിക്കില്ല ഇത്രയും സന്തോഷിക്കാൻ എന്താണ് ദിവസം വരുന്നല്ലേന്ന്. കറക്റ്റാണ്. പക്ഷേ കുഞ്ഞിനെ ആദ്യം കയ്യിൽ കൊടുത്ത് ഞാനൊന്ന് റിലാക്സ് ആകുമ്പോൾ എനിക്കെന്തോ ഒരു സന്തോഷമാണ് കേട്ടോ. രാവിലത്തോട് വൈകുന്നേരം വരെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുകയല്ലേ. അപ്പോൾ ആദ്യം വരാൻ കാത്തിരിക്കും കേട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആദ്യം വന്നാൽ പിന്നെ കുഞ്ഞിനെ അങ്ങ് നോക്കിക്കോളൂ കേട്ടോ. പിന്നെ അവന് ഭയങ്കര ഇഷ്ടമാണ് അച്ഛൻ്റെ കൂടി കളിക്കുക. എന്നെക്കാട്ടും കൂടുതൽ കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുക ആദ്യൻ്റെ കൂടെ ഉള്ളപ്പോഴാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞാനിപ്പോൾ ഒരു ചായ കാച്ചൽ പരിപാടിയിലോട്ട് പോവുകയാണ്. വൈകുന്നേരം ആദ്യം വന്നതിന് ശേഷം കേട്ടോ ഞാനും അധികം ചായ കുടിക്കാറുള്ളൂ. ഒരുമിച്ച് കുടിക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ നമുക്ക്. അപ്പോൾ ഫ്രിഡ്ജിലൊരു ബ്രെഡ് ഉണ്ടായിരുന്നു, അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ വരുമ്പോൾ എന്തേ സ്നാക്സ് വാങ്ങാറുണ്ട്. പിന്നെ എപ്പോഴും ഇങ്ങനെ എണ്ണക്കടികളൊന്നും കടിക്കുന്നത് നല്ലതല്ലല്ലോ, ബേക്കറിയോ. അപ്പോൾ ഇന്ന് കുറച്ച് അവിലിരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അവിൽ കുഴച്ചാലോ എന്നുള്ളൊരു ആലോചനയുണ്ട്. എന്തായാലും ചായക്ക് വെള്ളം വെച്ചിട്ട് അതിനോട് ചോദിക്കാൻ പോവാണ് കേട്ടോ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു അവിൽ കുഴയ്ക്കാം, തേങ്ങയൊന്നും ഇടണ്ട, അല്ലാണ്ട് ജസ്റ്റ് ഒന്ന് എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു. രാവിലത്തെ കുഴക്കട്ട ഉണ്ടായിരുന്നു കേട്ടോ. നോക്കുമ്പോൾ അതിൽ എറുമ്പൊക്കെ കയറി കുളമായി കിടക്കുകയാണ്. ഈ എറുമ്പ് എവിടെ സാധനം വെച്ചാലും അതിൽ എറുമ്പില്ലാണ്ടിരിക്കുകയല്ല. അപ്പോൾ എന്താണെന്നുള്ളത് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇതിനെ തുരുത്താനുള്ളൊരു വഴിയേ ആർക്കെങ്കിലും അറിയൊന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. ഈ അവിൽ എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾക്കൊരു വികാരമാണ് അല്ലേ. ഏതെങ്കിലും ഒരു വീട്ടിൽ അവിൽ വാങ്ങാതിരിക്കുന്ന വീടുകളുണ്ടോ? എനിക്ക് തോന്നുന്നു നമ്മൾ 90% മലയാളികളും ഈ അവിലും കൊണ്ട് നടക്കുന്ന ആൾക്കാർ തന്നെയായിരിക്കും ചായക്ക്. ഇപ്പോഴത്തെ ബേക്കറി കൂട്ടുന്നതിനെക്കാട്ടും കുറച്ച് പേരും നമ്മുടെ അവിൽ തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ നമ്മുടെ ചായ റെഡിയായി. അപ്പോൾ ആണ് ഈ ഐസ്ക്രീം എടുത്ത് വരുന്നത് കേട്ടോ. എന്നാൽ പിന്നെ ഒരു തോണ്ടിൽ ഐസ്ക്രീമും കഴിച്ച് അതിന് ശേഷം ഒരു ചായയും കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ചായ പരിപാടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവിൽ കൊണ്ടുവച്ചു, ഗ്ലാസ്സുകൾ നിരത്തി. അങ്ങനെ ചായ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ അവിൽ ഈ ചായയിലിട്ട് കഴിക്കാമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാന്. അപ്പോൾ അതുകൊണ്ട് തേങ്ങ ചിരകിയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു കപ്പിൽ ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, അതിൽ അവിലിട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനൊരു ഗ്ലാസ്സൊക്കെ എടുത്തുകൊണ്ട് വന്ന് അതിൽ ചായ കുറച്ച് ഒഴിച്ച് അതിൽ അവിലിട്ടൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അതൊരു വികാരമാണല്ലേ എങ്ങനെ കഴിക്കുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു വാക്ക് പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അവിലൊക്കെ അതിലിട്ടു. എന്നിട്ട് ഇതിൻ്റെ സ്പെഷ്യൽ എന്താണെന്നറിയോ, ഈ അവിലൊക്കെ ഇട്ട് പൊതിർന്നതിന് ശേഷം ആ ഒരു ചായക്കൊരു പ്രത്യേക ടേസ്റ്റ് വരാനുണ്ട്.
അതിങ്ങനെ കുടിക്കുന്നേരം ഭയങ്കര ഒരു സുഖമാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു ചുവയില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചുവ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ എക്സ്പ്രഷനൊക്കെ ഇടുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ കുറേ ആയി ഇങ്ങനെ കഴിച്ചിട്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ചായയും കുടിക്കുന്നുണ്ട്. അപ്പം പിന്നെ ഞങ്ങളിങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞു അടുത്ത വീഡിയോ ആയിട്ട് കിടക്കുന്നുണ്ട്. ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാൻ ഞാൻ ശ്രമിക്കും കളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, കമന്റ് ഇടണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ പോട്ടെ, ടാറ്റാ, ബൈ ബൈ, സീ യു.